ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആയുർവേദിക് ഔട്ടർ ന്യൂട്രീഷനായ ക്ലെൻസർ, ടോണർ, സെറം, മോയ്സ്ചറൈസറാണ്. ഫസ്റ്റ് നമ്മൾ ക്ലെൻസർ ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരമായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ ക്ലെൻസർ ഒരു സ്വല്പം എടുക്കുക. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക. ഫേസിലും കയ്യിൽ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക. രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് തുടച്ച് കളയാം. ഫേസിലൊക്കെ പറ്റിയിരിക്കുന്ന പൊടി എല്ലാം പോകും. പിന്നെ ഇത് ക്ലെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തിൽ ആഴത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ അഴുക്കുകളൊക്കെ പോകുന്നതാണ് കേട്ടോ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഒത്തിരി നല്ല റിസൾട്ട് ഉണ്ട് നമ്മുടെ ഈ ക്ലെൻസറിന്. ഇതിനകത്ത് കെമിക്കലൊന്നും വരുന്നില്ല. അതിനുശേഷം നമ്മൾ ഫേസിൽ ടോണറാണ് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ മുഖത്ത് ഈർപ്പമായി നിൽക്കാനാണ്. ഇതിൽ അലോയും കുക്കുമ്പറും ആലോയും വരുന്നുള്ളൂ കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ഫേസിൽ ഇങ്ങനെ മുകളിലോട്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നത് സെറമാണ്. സെറം ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കുങ്കുമാതിയൊക്കെയാണ് വരുന്നത്. ബദാം ഓയിൽ, കുങ്കുമാതി ഓയിലൊക്കെ കേട്ടോ. ഇതിൽ 2-3 തുള്ളി അപ്ലൈ ചെയ്താൽ മതി. ഭയങ്കര റിസൾട്ട് ഉണ്ട്. അതായത് ഫേസിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് നല്ല റിസൾട്ടാണ്. പോൺസ് ഒക്കെ മാറാനും മോക്കുരൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ബ്രൈറ്റ്നെസ് ആവും ഫേസ് നല്ല. അതിന് ശേഷം വരുന്നതെന്ന് പറയുന്നത് നമുക്ക് മോയ്സ്ചറൈസ് ക്രീമാണ്. ഇതിൽ വരുന്നത് ആൽമണ്ടും അലോവേരയും കനക ഓയിലുമാണ് വരുന്നത് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഒത്തിരി നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. സ്കിൻ കെയർ ആയുർവേദിക് ആയതുകൊണ്ട് പിന്നെ കെമിക്കലൊന്നും ഇല്ലല്ലോ. മറ്റുള്ള ക്രീമുകളിൽ കെമിക്കലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് മൊത്തം ആയുർവേദിക് ഔട്ടർ ന്യൂട്രീഷനും കൂടിയാണ് വരുന്നത്. നല്ലതായിട്ട് മുഖം ബ്രൈറ്റ്നെസ്സിലിരിക്കും. ആർക്ക് യൂസ് ചെയ്യുക. ഇതിന് കൊച്ചു കുട്ടികൾ വലിയവരൊന്നുമില്ല. പിന്നെ ജെൻസ് വരെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിതിൽ. അവർക്കെല്ലാം നല്ല റിസൾട്ടാണ്. ഇപ്പം ഞാൻ തന്നെ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി കാണും. എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക. നല്ല യൂസ്ഫുള്ളാണ്. നല്ല റിസൾട്ടും ഉണ്ട്. ഓക്കെ, താങ്ക് യു.